പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു മദർ ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ, ഫോണിൽ ഏതെങ്കിലും മദർ ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏതാണ് CPU IC അല്ലെങ്കിൽ ഏതാണ് Emmc UFS IC അതുപോലെ തന്നെ പവർ IC എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഏതെങ്കിലും മദർ ബോർഡ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം അതെടുത്ത് നോക്കുക, ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കുക. അതിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ 2 ICകൾ ഉണ്ടാകും. മറ്റു ICകളെക്കാട്ടി ഏറ്റവും വലുത് എന്ന് കാണിക്കുന്ന 2 ICകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ ഒരു മദർ ബോർഡ് ആണെങ്കിൽ ഇതിൽ 2 ICകൾ കണ്ട ഏറ്റവും വലുതായിട്ട് മറ്റു ICകളെക്കാട്ടി ഏറ്റവും വലുതായി 2 ICകൾ ഉണ്ടാകും. ഈ 2 ICകളിൽ ഒന്ന് Emmc ICയും ഒന്ന് CPU IC ആയിരിക്കും. എല്ലാ ഫോണും ഏത് മദർ ബോർഡ് എടുത്ത് നോക്കിയാലും ഏറ്റവും 2 ICകളിൽ ഒന്ന് Emmc അല്ലെങ്കിൽ UFS ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ CPU IC ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏതാണ് CPU IC എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ എഴുതിയിട്ടുണ്ടാകും സ്നാപ് ഡ്രാഗണെന്നോ അല്ലെങ്കിൽ എക്സിനോസെന്നോ അല്ലെന്നുണ്ടെങ്കിൽ മീഡിയടെക്കെന്നോ സ്പെക്ട്രമെന്നോ തുടങ്ങി ഏതെങ്കിലും ഒരു ഇത് എഴുതിയിട്ടുണ്ടാകും. ഇത്തരം സ്നാപ് ഡ്രാഗൺ, സ്പെക്ട്രം അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ മീഡിയടെക്കിന് എഴുതിയിട്ടുള്ള ആ ഒരു ICയെ നമ്മൾ CPU IC ആയിരിക്കും മിക്കവാറുമൊക്കെ. അതൊക്കെ CPU IC ആയിരിക്കും, മിക്കവാറും എന്നല്ല, അത് CPU IC ആയിരിക്കും. ഇതേപോലെ CPU-ൻ്റെ ആ ഒരു പേര് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പെക്ട്രം സ്നാപ് ഡ്രാഗൺ എന്നൊക്കെ മീഡിയടെക് എന്നൊക്കെ കാണാൻ സാധിക്കും. മിക്കവാറുമൊക്കെ അത് ചതുരത്തിലായിരിക്കും, സമചതുരത്തിലായിരിക്കും അത് മിക്കവാറുമൊക്കെ കാണുക. അപ്പോൾ രണ്ടാമത് നിങ്ങൾ അടുത്തായിട്ട് നോക്കുന്നത് അത് കഴിഞ്ഞ് അടുത്തൊരു വലിയ IC അതായിരിക്കണം Emmc IC അല്ലെങ്കിൽ UFS IC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 ICകൾ നമ്മൾ പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. വളരെ വലിയ ICകളായിരിക്കും രണ്ടും. അതിലൊന്ന് CPU ഒന്ന് Emmc അല്ലെങ്കിൽ UFS IC ആയിരിക്കും. അത് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കേണ്ടത് പവർ IC എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുന്നതാണ്. പവർ IC ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പവർ ICയുടെ അടുത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് കോയിലുകൾ, 7-8 കോയിലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബക്ക് കോയിൽസുകൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ബക്ക് കോയിൽസുകളും കപ്പാസിറ്ററുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത്തരം സെക്ഷനിൽ ഒരു IC ഉണ്ടാവും. ഇത്തരം ICകളെയാണ് PMIC അല്ലെങ്കിൽ പവർ മാനേജ്മെൻറ്റ് IC അല്ലെങ്കിൽ പവർ IC എന്ന് പറയുന്നത്. ഓക്കെ, ഈ പവർ IC നിങ്ങൾക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കോയിൽസും കപ്പാസിറ്ററുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സെക്ഷനിലായിരിക്കും ആ ഒരു IC ഉണ്ടാവും. അതിനെ പവർ IC എന്ന് പറയുന്നത്. നമ്മുടെ ഫോണിലുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും പവർ അല്ലെങ്കിൽ ആ ഒരു കറണ്ട് എത്തിച്ചു കൊടുക്കുന്നത് ഈ ഒരു പവർ IC മുഖേനയാണ്. പവർ IC ഡാമേജ് ആയി കഴിഞ്ഞാൽ ഫോൺ ഡെഡ് ആയി പോകും. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാവുന്നത് നെറ്റ്വർക്ക് സെക്ഷനാണ്. നെറ്റ്വർക്ക് സെക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇപ്പോൾ ആൻറ്റിനയുടെ ഭാഗത്തുള്ള ആൻറ്റിന സ്വിച്ചിൻ്റെ അടുത്തായിട്ട് ഒരു IC ഉണ്ടാകും. ഇതാണ് നെറ്റ്വർക്ക് IC എന്ന് പറയുന്നത്. ഇപ്പോൾ 4G ഫോണൊക്കെ ആണെങ്കിൽ 4Gക്ക് വേണ്ടി പ്രത്യേകം ഒരു P5 IC ഉണ്ടാകും. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് സെക്ഷനിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കപ്പാസിറ്ററുകളൊക്കെ ഒരു നീല കളറിലായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു നീല കളറിലുള്ള അല്ലെങ്കിൽ കളർ വ്യത്യാസമുള്ള ഒരു സെക്ഷൻ മിക്കവാറുമൊക്കെ നെറ്റ്വർക്ക് സെക്ഷൻ ആയിരിക്കും. ആ നെറ്റ്വർക്ക് സെക്ഷനിൽ അടങ്ങിയിട്ടുള്ള IC നമുക്ക് നെറ്റ്വർക്ക് IC ആയിട്ടും കണക്കൂട്ടാം. പിന്നെയെന്ന് പറയുന്നത് അടുത്തതെന്ന് പറയുന്നത് നമുക്ക് വൈഫൈ IC അതുപോലെ തന്നെ ബ്ലൂടൂത്ത് IC അങ്ങനത്തെ കുറച്ച് സെക്ഷൻസുകളുണ്ട്. അത് നിങ്ങൾക്ക് അതും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. അത്തരം ICകളുടെ അടുത്തൊരു ക്രിസ്റ്റൽസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ക്രിസ്റ്റൽസിൻ്റെ അടുത്തായിട്ടായിരിക്കും മിക്കവാറുമൊക്കെ ഈ ഒരു ICകൾ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ.